Hello friends, it's me NIYASTHALAPPIL. Welcome to another video of my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുപോലെയുള്ള ഒരു LED ബൾബ് നമുക്ക് വെറും 25 രൂപയ്ക്ക് നിർമ്മിക്കാം. അതെങ്ങനെയാണെന്നും അതിന്റെ പർപ്പസ് അല്ലെങ്കിൽ അത് എവിടുന്നാണ് കിട്ടുക എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കൂ ഞാൻ എൻ്റെ വീഡിയോകൾ ഏറ്റവും ആദ്യം കാണുവാൻ. ഇന്നത്തെ വീഡിയോ നമുക്കായിട്ട് സ്പോൺസർ ചെയ്യുന്നത് LCSC.com ആണ്. അപ്പോൾ LCSC.com എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഓൺലൈൻ മാർക്കറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ള ഏത് കോമ്പണൻസും നിങ്ങൾക്ക് ഇവിടെ നിന്ന് വളരെ കുറഞ്ഞ എമൗണ്ടിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഏത് കോമ്പണൻസും നമുക്ക് ഇവിടെ വളരെ ചീപ്പായിട്ട് ബൾക്കായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന് തന്നെ സൈൻ അപ്പ് ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് $8 വരെ നിങ്ങൾക്ക് ഓഫ് ലഭിക്കുന്നതാണ്. നല്ല ജെന്യുവിൻ കസ്റ്റമേഴ്സിൽ നിന്ന് മാത്രമാണ് ഇവർ പ്രോഡക്റ്റുകൾ സ്വീകരിക്കുന്നത്. അതുതന്നെ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകളാണ്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചെറിയ LED ബൾബുകളാണ്. LED ബൾബ് അല്ലെങ്കിൽ CFL ബൾബ്. അപ്പോൾ ഈ ഒരു LED ബൾബ് എന്ന് പറയുന്നത് ഞാൻ മുമ്പ് നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് കത്തിപ്പോയിട്ടുള്ള LED ബൾബാണ്. അപ്പം ഇത് ഇപ്പോൾ വർക്ക് ചെയ്യാത്തൊരു കണ്ടീഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ ഒരു 25 രൂപയിൽ നമ്മളിന്ന് ശരിയാക്കാൻ പോകുന്നത്. ശരിയാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ ഒരു LED ബൾബിൽ നിന്നും നിങ്ങൾ പുതിയൊരു LED ബൾബ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് LED കേസുകൾ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് LED ബൾബുകൾ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണാം നിങ്ങൾക്ക് ഇവിടെ ഇത് ജസ്റ്റ് ഇൻബിൽഡായിട്ട് തന്നെ അതിൽ ബിൽഡ് ചെയ്ത് വെച്ചേക്കാണ്, ജസ്റ്റ് സോൾഡർ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് അൺസോൾഡർ ചെയ്യണം. അപ്പോൾ പല LEDകൾക്കും പല രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു LEDയുടെ പർപ്പസ് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ സോൾഡറും അതുപോലെ തന്നെ നമ്മുടെ ഡീസോൾഡറിങ് പമ്പും ഉപയോഗിച്ചിട്ട് ഞാൻ ഇതെല്ലാം ഒന്ന് ആ ഒരു ലെഡൊക്കെ ഒന്ന് എടുക്കുകയാണ്. അപ്പം ഇത് സിംപ്ലസ്റ്റ് പ്രോസസ്സാണ്. നിങ്ങൾ എല്ലാവരുടെയും കയ്യിൽ ഒരു ബേസിക് ഇലക്ട്രോണിക്സ് അറിയുന്ന എല്ലാവരുടെയും കയ്യിലും ഒരു സോൾഡറിങ് അയൺ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 50 രൂപ മുതൽ നമ്മുടെ സോൾഡറിങ് അയണിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ മുതൽ 500 രൂപ വരെ വരുന്നുണ്ട്. ഇത് ഞാൻ LCSയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് ഒരു സോൾഡറിങ് അയൺ ആണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് എടുക്കാം. നമ്മുടെ നോസ് പ്ലെയർ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് കാണാം, ഇതൊരു LED ബോർഡാണ്. അപ്പോൾ ഡ്രൈവർ ബോർഡാണ്. നമുക്ക് LED ഡ്രൈവർ ബോർഡ് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. LED ഡ്രൈവർ ബോർഡ് ഏകദേശം 40 രൂപ വില വരുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ നമുക്ക് അതിനേക്കാളും ഒന്നും കൂടി പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് സ്റ്റാൻഡ് ലോൺ ബോർഡുകൾ ലഭിക്കുന്നുണ്ട്. ശേഷം നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ജസ്റ്റ് നമ്മുടെ ഒരു വയറൊന്ന് ഇൻസേർട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ LED സ്റ്റാൻഡ് ലോൺ ബോർഡുകൾക്കായിട്ട് സോൾഡർ ചെയ്യാനായിട്ടുള്ള വയറുകൾ. അപ്പം ഇത് നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നോർമലായിട്ട് ഒരു സിമ്പിൾ സോൾഡറിങ് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, സോൾഡറിങ് എന്ന് പറയുന്നത് ഏകദേശം 400 വോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ 400 ഡിഗ്രിയൊക്കെ ചൂട് വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയ്യിൽ ടച്ച് ചെയ്യാതെ തന്നെ നമ്മുടെ തൊലിയൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് കെയർ ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഏകദേശം 230 വോൾട്ടിനോടാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ ഇലക്ട്രിക്കൽ വോൾട്ടേജും ഓഫാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് പ്രോപ്പറായിട്ട് നമ്മൾ സോൾഡർ ചെയ്യുകയാണ്. നമ്മൾ ലെഡാണ് ഉപയോഗിക്കുന്നത്. അപ്പം ലെഡിലും പല ടൈപ്പിലുള്ള ലെഡുകളുണ്ട്. നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഷോപ്പുകളിലൊക്കെ ലഭിക്കുന്ന ലെഡ് തന്നെയാണ്. ഫിക്സ് ആയിട്ടുള്ള വയറുകൾ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വയറുകൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ കോമ്പോണൻ്റ് ആയിട്ടുള്ള ജസ്റ്റ് ഇതിൻ്റെ ഹീറ്റ് സിങ്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ ക്യാപ്പ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മെയിൻ കോമ്പോണൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡ് ലോൺ ബോർഡുകൾ നമുക്ക് കാണാം. അപ്പം ഇതൊരു സിമ്പിൾ ബോർഡാണ്. നമുക്ക് 25 രൂപയാണ് ഒരു ബോർഡിന് നമുക്ക് ചിലവ് വരുന്നത്. അപ്പോൾ ബാക്കിൽ തന്നെ ഇതിൻ്റെ ചൂടൊക്കെ ഒഴിവാക്കാനായിട്ട് ഒരു അലൂമിനിയം കോട്ടിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ബ്രിഡ്ജ് റെക്ടിഫയറും അതുപോലെ തന്നെ ഒരു വോൾട്ടേജ് റെഗുലേറ്ററുമാണ്. അപ്പോൾ ബ്രിഡ്ജ് റെക്ടിഫയർ നമുക്ക് കിട്ടി, പക്ഷേ വോൾട്ടേജ് റെഗുലേറ്ററിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മളിവിടെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള BB10F എന്ന് പറഞ്ഞിട്ടുള്ള ബ്രിഡ്ജ് റെക്ടിഫയറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ശേഷം നമുക്കിതൊന്ന് ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യാം. ഞാനിപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് കോർണറിൽ ഞാൻ മുമ്പ് ഒരു ഹോൾ ഇട്ടിരുന്നു, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ശേഷം അതിന് ന്യൂട്രൽ ലൈൻ എന്ന് പറഞ്ഞിട്ട് 2 പോയിന്റുകളുണ്ട്. അപ്പം AC-ക്ക് അങ്ങനെ ന്യൂട്രൽ ലൈനൊന്നുമില്ല, പ്ലസ് മൈനസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഏത് സൈഡ് വേണമെങ്കിലും ജസ്റ്റ് സോൾഡർ ചെയ്യാൻ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം അതിന് ശേഷം നമുക്ക് ജസ്റ്റ് അവിടെ നിൽക്കാനായിട്ട് നമുക്കൊന്ന് ഒരു സ്ക്രൂ വെച്ചിട്ട് നമുക്കൊന്ന് സ്ക്രൂ ടൈറ്റാക്കി വെക്കാം. ശേഷം നമുക്ക് നമ്മുടെ ബോർഡൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഇത് എത്ര എക്സ്പേർട്ട് നോളജ് ഒന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് ജസ്റ്റ് ലൈറ്റ് ഒന്ന് ഇട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ലൈറ്റ് കത്തുന്നത് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഫ്രീ ആയിട്ട് കമൻറ്റ് ചെയ്യുക. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്കൊരു കിടിലൻ വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.